കണ്ടിട്ട് ഉഗ്രനായിട്ട് തോന്നുന്നില്ലല്ലോ. പേരിൽ മാത്രമേ ഉഗ്രനുള്ളൂ. ഞാൻ ആളൊരു ലോല ഹൃദയനാ. ഞാനാണോ തുടങ്ങിയത്? ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് ഇവന് കണ്ടുകൂടാ, അത് തന്നെ. എന്നാ പിന്നെ ആ വീടും കൂടി ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാൻ അബ്ബാസ്ക. സ്നേഹം തികയട്ടെ. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഒരാഴ്ച കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് ഈ പുസ്തകം. എന്നെ ചവിട്ടണം. നിങ്ങളൊക്കെ വന്നില്ലെങ്കിൽ എനിക്കൊരു ചൊക്കില്ല. ചില ഭാര്യമാർക്ക് ചൊറിത്തവളയുടെ സ്വഭാവമാണ്. ഭർത്താവ് ക്ഷീണിതനായി കയറി വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന രീതി കണ്ടാൽ ചങ്കിന് കുത്തിപ്പിടിച്ച് നാക്ക് പറിച്ചെടുത്ത് പട്ടിക്കെറിഞ്ഞു കൊടുത്തു പോകും. പക്ഷേ ഭർത്താക്കന്മാർ പൊതുവെ നിർമ്മല ഹൃദയരും നിസ്വാർത്ഥ മതികളും നിരക്ഷര കുച്ചികളുമായതിനാൽ എല്ലാം ക്ഷമിക്കാറാണ് പതിവ്. ഞാനത് വെറുതെ കൊടുക്കുന്നതല്ല, കടമായിട്ട് കൊടുക്കുന്നതാ. കടം കൊടുക്കാൻ അയാൾ നിന്റെ ആരാണെന്ന് കൂടി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി. ക്ഷമിക്കാതിരിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ അകന്നു പോയിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. അതിന് ഞാൻ ആരോട് പിണങ്ങിപ്പോന്നതൊന്നും അല്ല. അവിടെ നിന്ന് മാറണമെന്ന് തോന്നി. അധികം ആലോചിക്കാതെ അതങ്ങ് നടപ്പില്ല. ഇതിലെ ഒന്നാം പ്രതി നിന്റെ ജ്യേഷ്ഠനും രണ്ടാം പ്രതി നീ എന്ന അനിയനുമാണ്. അത് ശരി. ഇക്കാന്റെ ഗൾഫിലെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾക്കിട്ട് കുതിര. ഇനി സംസാരിച്ച് സമയം കളയണ്ട. 6:30 മുമ്പ് ഈ സാധനം ഫാക്സ് ആയി മെയിൻ ഓഫീസിൽ എത്തിയിരിക്കണം. രണ്ടാളും കൂടി എന്റെ നാട്ടിൽ പോക്ക് കുളമാക്കല്ലേ മക്കളെ. പക്ഷേ കുട്ടികളോട് എന്താ പറയാ? അവരോടെന്തും പറയാം. ഒന്നും തിരിച്ചറിയാൻ മാത്രമുള്ള പ്രായമൊന്നും അവർക്കില്ല. നല്ലോണ്ടാണെങ്കില് ആണായിട്ടുള്ള ഒറ്റ അയൽവാസി മതി. അടുത്ത വീട്ടിലൊരു അനിഷ്ടം സംഭവിക്കൂല. അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ ഇപ്പൊ അവിടെ നായാട്ട് നടത്തുക. നമ്മൾ ഗൾഫുകാർക്ക് ഇത്തരം ഫോർമാലിറ്റികളൊന്നും ബാധകമല്ലല്ലോ. എന്താ മാനു, ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കാം. എന്തോ ഒരു മനപ്രയാസം നിന്റെ മുഖത്ത് ഞാൻ കാണുന്നു.